എൻ്റെ പേര് സമദ്. എൻ്റെ ഉമ്മാനായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്, അൽമാസ് ഹോസ്പിറ്റലിൽ. ഉമ്മാക്ക് കാല് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, അടിഭാഗം മൊത്തം. അങ്ങനെ കോഴിക്കോട് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് കാല് കട്ട് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് ഇവിടേക്ക് നജീബ് സാറെ പരിചയപ്പെടുത്തി തന്നു. നജീബ് സാറെ പരിചയപ്പെടുത്തി തന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു മുതൽക്കൂട്ടെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ, ഡോക്ടറാണ് ആ മുറി അത്രയും ഉണങ്ങാത്തൊരു മുറി, ഞാൻ കൊണ്ടാവാത്ത സ്ഥലങ്ങളില്ല ഉമ്മാനെ. അങ്ങനെ അവിടുന്ന് ഡോക്ടറാണ് അത് ശരിയാക്കി പാകപ്പെടുത്തി തന്നത്. അത്രയും അധികത്ത് മുറിവ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറൂല എന്നായിരുന്നു ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറുകയും ചെയ്ത് ഇപ്പോൾ ഉമ്മ നടക്കൽ തുടങ്ങി. ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ നടക്കാൻ പറ്റില്ല എന്നൊക്കെയായിരുന്നു. ഏറ്റവും ബെറ്ററായിട്ടുള്ളതാണ് ഇപ്പോൾ നജീബ് സാറ് തന്നൊരു ധൈര്യമാണ് ഞങ്ങൾക്ക്. അത്രയും അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫോൺ സംഭാഷണം എൻ്റെ ഫോണിലുണ്ട്. ആ ഫോണിൽ അവർ പറയുന്നുണ്ട്, ആ ഡോക്ടറും നജീബ് സാറും കൂടി പറയുന്നുണ്ട് മാറാൻ സാധ്യത ഇല്ല എന്ന്. ഞാൻ റെക്കോർഡ് എടുത്ത് നോക്കിയതായിരുന്നു. അത് കേട്ടപ്പോൾ പിന്നെ നജീബ് സാറിനോട് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നജീബ് സാറാണ് ധൈര്യം തന്നത്. നജീബ് സാറ് എന്നെ ആ റൂമിലേക്ക് കയറ്റലും, ഡ്രസ്സ് ചെയ്യുമ്പോൾ റൂമിലേക്ക് കയറ്റലും, അതുപോലെ ചെയ്താൽ മതി, നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്താൽ മതി, അത്രയും ധൈര്യം തന്നിട്ടാണ്. അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് എനിക്കും എൻ്റെ ഉമ്മാക്കും നജീബ് സാറ് തന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഉമ്മാൻ്റെ മുറി ഇത്രത്തോളം മാറി നടക്കാൻ പാകത്തിലാക്കി തന്നത്. അൽഹംദുലില്ലാ, അത് റാഹത്തായി. ഇവിടുത്തെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അൽമാസ് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങൾ ചെറുപ്പകാലത്ത് തൊട്ടുള്ള ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് അൽമാസിനോട് അത്രയും ബന്ധമാണ്. ഞങ്ങൾ പറപ്പുകാരാണ്. അങ്ങനെ ഇവിടുത്തെ നഴ്സുമാരായാലും അതുപോലെ ഡോക്ടേഴ്സായാലും എല്ലാവരും അത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങളോട് പെരുമാറലും. നജീബ് സാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട ആ ടൈമിൽ തന്നെ നജീബ് സാറ് എന്തോ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അത്രയും നമ്മളടുത്ത് നിന്നിട്ട് നജീബ് സാറ് പറഞ്ഞ് ഇതൊരു ടെൻഷൻ അടിക്കാനില്ല, ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി എടുക്കാമെന്നും അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കൊരു മനോധൈര്യം തന്നുകൊണ്ട് മാത്രമാണ്. അതേപോലെ ഉമ്മാക്കും മനോധൈര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അത് പാകപ്പെടുത്തി എടുത്തിട്ട് എന്നുള്ളതെന്നാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം. ഉമ്മാനെ കൊണ്ടല്ലാത്ത ഹോസ്പിറ്റലുകളില്ല ഞങ്ങൾ. ഇപ്പോൾ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഉമ്മ എണീറ്റ് നടക്കുന്നു ഒക്കെ. അത് കാണുമ്പോൾ ഞങ്ങൾക്കും സന്തോഷം. അതിലേറെ സന്തോഷം ഞങ്ങൾ നജീബ് സാറായിട്ട് പരിചയപ്പെട്ടതിലാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്.